ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് പ്രതീക്ഷ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്കൂളിൽ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അപൂർവമായിട്ട് ഞാൻ 8:30 എണീറ്റു. ഞാൻ ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്. പക്ഷെ ഞാൻ നേരത്തെ എണീറ്റു. 8:30 എനിക്ക് ഇന്നൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭാഗ്യലക്ഷ്മി എസ്, തീർത്ഥ ആർ പിള്ളെ, അശ്വതി പി മധു, നന്ദാപി, ഇനുഷജിയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിനോട് വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കണ്ടിട്ട് പറഞ്ഞു എന്നോട് ഇങ്ങനെ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടായിട്ട് ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം രാവിലെ എൻ്റെ കണ്ണുകൾ കുളിച്ചിട്ടില്ല. എൻ്റെ മോൾ ചെറുതായിട്ടിരിക്കുന്നുള്ളൂ. അത് പുറത്തിരിക്കുമ്പോൾ മോൻ കാണാൻ നല്ല രസമാട്ടോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ ഇവിടെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇന്ന് ഞാൻ എന്തായാലും സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴുള്ള വിശേഷങ്ങൾ എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണുക. ആൻഡ് താങ്ക് യു മൈ ഫോളോവേഴ്സ് ആൻഡ് വ്യൂവേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. കുറേ വ്യൂ ഒക്കെ തരുന്നതിന് ഒത്തിരി സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വലിയ സന്തോഷത്തോടെ ചായ ചൂടാക്കുന്ന വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ ചായക്ക് ചൂടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് അമ്മ മുട്ടക്കറിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഭയങ്കര വെയിറ്റ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ ഒറ്റ ഒരിക്കൽ കുടിച്ച് കിട്ടും. കാരണം വലിയ ചൂട് എൻ്റെ വേറെ വെച്ച് വളഞ്ഞാണ്. അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ ലക്ഷ്യം അങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് നമ്മുടെ ഡെഡിക്കേഷനോടുകൂടി അമ്മ എടുത്തൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ താഴത്തെ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണോട് അമർത്തി വിട്ടിട്ട്. അപ്പോൾ മുട്ട പുഴുങ്ങ വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ സവാള, മുളക്, ഇഞ്ചി, സവാള എന്നിവ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ കുക്കറിലോട്ടിട്ട് വേവിച്ച് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോവാണ്. മുട്ടക്കറി മുട്ടയ്ക്ക് ഇഷ്ടമുള്ളവർ താഴത്തെ കമൻറ്റ് പറയുക. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്, ഡിഫറെൻറ്റ് സ്റ്റൈലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഷെയർ ചെയ്യുക. ഞങ്ങളതൊക്കെ ട്രൈ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതിങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അമ്മ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കറക്റ്റ് അളവിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ കൂടാനോ കുറയാനോ പാടില്ല. ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് നല്ലോണം വെച്ചിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ തന്നെ ഉപ്പിടുന്നുണ്ട്. എനിക്കൊന്ന് എണ്ണ വെച്ചിട്ടാണ് ഉപ്പിട്ടത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഉപ്പൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്താ പറയുക, മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. ഇവിടെ ഇച്ചിരി ഇട്ടാൽ മതി. നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്, ഇത്തിരി ഇടണ്ട. പിന്നെ ഇവിടെ കരിവേപ്പില നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുട്ട പുഴുങ്ങിയതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മുട്ടക്കറി ആയതിനു ശേഷം നമുക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂണിഫോമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊന്നും അടുക്ക് ബട്ടൺസിലായിട്ടോ അതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂണിഫോമൊക്കെ എടുത്തിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴത്തേനും അമ്മ മുട്ടക്കറിയുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എടുക്കുമെന്ന്. അമ്മ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞതുപോലെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും അമ്മ മുട്ടക്കറിയുടെ വീഡിയോ എടുത്തത് ഇതിനകത്ത് വരുന്നുണ്ട്. അത് എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ വന്നപ്പോഴത്തേനും അമ്മ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നാൽ എൻ്റെ മോൻ കൂടി കാണിക്കാമെന്ന്. അപ്പം ഞാനിവിടെ കുളിച്ചിട്ട് വന്ന് നിൽക്കുവാണ്. പിന്നെ ഈ അമ്മ ഉണ്ടാക്കുന്ന സാധനമൊക്കെ കഴിക്കണം. പിന്നെ എനിക്ക് ഒരുങ്ങാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലോട്ട് പോകും. അപ്പം ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ അമ്മയുടെ കുറേ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും കുളിച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ടക്കറി ആയി കഴിയുമ്പോൾ അത് കാണിച്ചു തരുന്നതാണ് സത്യം. അപ്പം വെയിറ്റ് ഫോർ ഇറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും മുട്ടക്കറി ഉണ്ടായിട്ട് ഹലോ ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മുടി ഇട്ടാൽ മണിക്ക് ഒരുങ്ങണം. അപ്പോൾ അമ്മ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതായി കഴിയുമ്പോൾ അതും വഴിയതിന് കാണിച്ചു തരാം. ഇനി നമുക്ക് കഴിക്കാൻ പൊറോട്ടയാണുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കാൻ കൊടുത്തിട്ടുള്ളത് നല്ല ആരൊക്കെയാണ് വല്ലപ്പോഴും ഇട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അമ്മയുടെ ദോശയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മുടി ഇട്ടാൻ പോവാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഒരുങ്ങും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുട്ടക്കറി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഇവിടെ കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം എണ്ണ വെച്ചിട്ടുണ്ട്. നല്ല പാത്രം ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല വെള്ള പാത്രം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തതാണ് ഗൈസ്. ഈ പാത്രത്തിൽ എണ്ണ വെച്ച് നല്ലോണം ഇത് ചൂടാക്കുവാണ്. പാത്രം ഇഷ്ടപ്പെട്ട ഗൈസ്. ഇത് നല്ലൊരു പാത്രമാണ്. ഇവിടെ സ്ഥിരം പാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കടുകും കരിവേപ്പിലയും ഇടുക എന്നുള്ളതാണ്. നല്ല ചൂടാകുമ്പം തേക്കിന് അതിനകത്തേക്ക് കടുക് വാരിയിടുക. ഇനി ഒരു ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്, അത് കേട്ടോളൂ.
സോ ഗൈസ് നമ്മുടെ ASMR സൗണ്ടാണ് ഗൈസ്, എല്ലാവരും കേട്ടോളൂ. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിലേക്ക് മുളകാണ് ഇടുന്നത്. നേരത്തെ നമ്മൾ ഇഞ്ചി ആയിട്ടുണ്ടായിരുന്നത്, പിന്നെ നമുക്ക് മുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് ഒത്തിരിയുണ്ട് ഗൈസ്, ഇപ്പോൾ എന്തായാലും എരി എന്തായാലും കാണും. ഈ എരി ഇത്തിരി ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല, നല്ലോണം മുളകൊക്കെ ഇളക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ തക്കാളിക്ക് വേണ്ടത് ചേർക്കുന്നതാണ്. സവാളയൊക്കെ കുക്കറിനകത്ത് ഇട്ടിട്ട് ചെയ്യേണ്ടത്. കുക്കറി നാവിക പോകുന്നതിലേക്ക് ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ അത് നല്ല അടിപൊളിയായിട്ടുള്ള കരിവേപ്പിലയും സവാളി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചത് നമ്മൾ വീഡിയോ കാണിച്ചതൊക്കെയാണ് ഉള്ളത്. ഇത് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നടക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള ഐറ്റം. പിന്നെ നമ്മൾ ബാക്കി മുട്ട കരുവോട് ചേർക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബേസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. നമ്മളൊക്കെ നല്ല ആവിയും കാര്യങ്ങളൊക്കെ വരുന്നത് കറി ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇത് അമ്മ ഇളക്കാൻ പോകുന്നത് മസാലയൊക്കെ ആണിയമ്മ നമ്മൾ തനി നാടൻ കൊടുക്കുക കറി ആയിട്ടുണ്ട്. ഇളക്കി എടുക്കും. പിന്നെ അപ്പോൾ രാവിലെ പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിവിടെ ഉണ്ടാക്കിയ മുട്ടക്കറി നല്ല കടയിൽ നിന്ന് മേടിച്ച് പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് സീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കഴിക്കുമ്പം സോറി. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഒരുങ്ങുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരുങ്ങാൻ പോകാൻ. അപ്പോൾ എങ്ങനെ ഒരുങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ യൂണിഫോമാണിത്. പിന്നെ ഞാൻ ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഒരുങ്ങുന്നത് കാണിച്ചു തരാം. എന്തായാലും എല്ലാം വേണം ഇതും. ഫസ്റ്റ് ഞാൻ പൗഡർ ഇട്ടുന്ന മുഖത്ത് നല്ലോണം ഇട്ട് കൊടുക്കാറുണ്ട്. രാവിലെ ഒരുങ്ങാൻ തന്നെ പൗഡറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫാസ്റ്റാക്കിയതാണ് വീഡിയോ, ഒത്തിരിയും വലുതായിരുന്നു. അങ്ങനെ ഞാൻ പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങുന്ന ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൗഡർ ചെയ്ത് കണ്ണെഴുതി എല്ലാം കഴിയുമ്പം ബാക്കിയുള്ള കാണിച്ചു തരാം. ബാഗിനകത്ത് ബുക്ക് എടുത്ത് വയ്ക്കണം. ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ബുക്കൊക്കെ എടുത്ത് പെരക്കി വയ്ക്കാം. ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ക്യാമറ പോയിട്ട് കുറവായിട്ടോ, സോറി. പിന്നെ ഞാൻ ഒരുങ്ങി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ബാഗൊക്കെ ഇട്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ബാഗ് ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി എനിക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒത്തിരി മണി എടുക്കണില്ല. ഇതിൽ ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ സീൻ ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ സ്കൂളിൽ പോകും. അതിന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എന്തൊക്കെയുണ്ട് പിന്നെ പറയാം. അപ്പോൾ എന്തായാലും
ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഷിൻചാനും ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബോറടിച്ചുകൊണ്ട് അതൊക്കെ ഇന്ന് കാണുന്നു. എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ അത് കിട്ടിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവർ നോട്ട് എഴുതിച്ചില്ല, അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നോട്ട് എഴുതിക്കാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കാൻ പോകുന്നു. ഇവിടെ ചായയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് വിശക്കുന്നതുകൊണ്ട് ഇവിടെ ഇരുന്നൊരു മാഗി ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ ചായ കുടിക്കും. ഒന്നിനും മുടി ഞാൻ അഴിച്ചില്ല കേട്ടോ, അഴിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വ്ലോഗ് അവസാനിപ്പിക്കാറായ. പത്രമുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.